ഇൻകം ടാക്സിൻ്റെ നാലാമത്തെ ഹെഡായിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻസിനെ കുറിച്ചാണ് ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്കുകൾ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ വീഡിയോസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുമ്പം ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 45 to 55 വരെയൊക്കെയാണ് ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡ് ഡീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രോഫിറ്റ് ഓർ ഗെയിൻസ് അറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഇൻ പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലം നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റോ ഗെയിനോ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ ടാക്സ് ചെയ്യേണ്ടത് ഏത് ഹെഡിൻ്റെ കീഴിലാണ്? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലാണ്. ക്യാപിറ്റൽ ഗെയിൻ ഈസ് കൺസേൺഡ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഇൻകമാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. ദ ടാക്സ് ലെവിഡ് ഓൺ സച്ച് ഗെയിൻ ഓർ പ്രോഫിറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ക്യാപിറ്റൽ ഗെയിനിന്മേൽ നമ്മൾ ചുമത്തുന്ന ടാക്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. ദെൻ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് ആർ. അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. മറ്റൊന്ന് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാവണം. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്നുള്ളതും അതിൻ്റെ ട്രാൻസ്ഫർ എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ, ഇത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോകളിലായിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ അസറ്റ് സെക്ഷൻ 214 അതിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ അസറ്റ് മീൻസ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ആൻ അസസി വെദർ കണക്റ്റഡ് വിത്ത് ഹിസ് ബിസിനസ് പ്രൊഫഷൻ ഓർ നോട്ട്. ബിസിനസ്സുമായ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടതാവാം അല്ലാത്തതാവാം അസസി ഹെൽഡ് ചെയ്തിരിക്കുന്ന ഏതൊരു രൂപത്തിലുള്ള പ്രോപ്പർട്ടിയും എന്താണ്? ക്യാപിറ്റൽ അസറ്റാണ്. എനി സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ എ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ, ഒരു FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ ഹെൽഡ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി വിച്ച് ഹാസ് ഇൻവെസ്റ്റഡ് in such securities in accordance with the regulations made under the SEBI Act 1992. SEBI Act 1992 റെഗുലേഷൻസ് അനുസരിച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ്, അത് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഒരു FIIൻ്റെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് ക്യാപിറ്റൽ അസറ്റാണ്. ദെൻ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പം അത് മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം, ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം, ഫിക്സഡ് ആവാം, ഫ്ലോട്ടിംഗ് ആവാം, ഏത് രൂപത്തിലും ക്യാപിറ്റൽ അസറ്റ് ആവാം. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾസ് നോക്കാം. ഇൻക്ലൂഡ്സ് ലാൻഡ്, ബിൽഡിങ്. ഇപ്പോൾ ലാൻഡും ബിൽഡിങ്ങും ഒക്കെ എന്ന് പറയുമ്പം ഇമ്മൂവബിൾ ആണ്, എന്നാൽ ടാഞ്ചിബിൾ ആണ്, ഫിക്സഡ് ആണ് അല്ലേ. പ്ലാന്റ്, മെഷീനറി ഒക്കെ നമുക്ക് മൂവബിൾ ആണ് പക്ഷെ ടാഞ്ചിബിൾ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ്, ഗുഡ് വില്ല് ഇൻടാഞ്ചിബിൾ ആണ്. ലീസ് ഹോൾഡ് റൈറ്റ്സ്, ജ്വല്ലറി, ഷെയർസ്, മാനുഫാക്ചറിങ് ലൈസൻസ് എക്സെട്ര, ഇത്തരം ഐറ്റംസ് ആണ് ക്യാപിറ്റൽ അസറ്റിനകത്ത് വരുന്നത്. ദെൻ പ്രോപ്പർട്ടി എന്ന് പറയുമ്പം പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ് എനി റൈറ്റ് ഇൻ ഓർ ഇൻ റിലേഷൻ ടു ആൻ ഇന്ത്യൻ കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനിയിലോ ഉള്ളതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ ഉണ്ടാകുന്ന ഏതൊരു അവകാശവും. അതിനകത്ത് എന്തൊക്കെയാണ് വരാം? ഇൻക്ലൂഡിങ് റൈറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓർ കൺട്രോൾ, മാനേജ്മെൻറ്റിനോ കൺട്രോളിനോ ഉള്ള റൈറ്റ്, ഓർ എനി അതർ റൈറ്റ്സ് വാട്ട്സ് എവർ, അതുപോലത്തെ മറ്റെന്തെങ്കിലും റൈറ്റ്സ്, ഇതെല്ലാമാണ് പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത്. ദെൻ എക്സെപ്ഷൻസ്, അതായത് ഏകദേശം ഈ ഒരു നേച്ചറിൽ വരുന്നൊക്കെ ആയിരിക്കാം, എന്നാലും നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് എടുക്കാത്ത ഏതാനും ഐറ്റംസ് ആണ് നമ്മളിവിടെ പറയാൻ പോണത്. ഒന്ന് കമേഴ്ഷ്യൽ ഗുഡ്സ് ക്യാപിറ്റൽ അസറ്റിൽ വരില്ല. എന്താണ് കമേഴ്ഷ്യൽ ഗുഡ്സ്? എനി സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഏതെങ്കിലും സ്റ്റോക്ക് ഇൻ ട്രേഡ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, റോ മെറ്റീരിയൽസ് ഹെൽഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ബിസിനസ്സിൻ്റെ പ്രൊഫഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഇത്തരം കറണ്ട് ആയിട്ടുള്ള ഐറ്റംസ്, അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ അസറ്റ് ഒന്നിച്ച് പറയുന്നതാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ഗുഡ്സ് എന്ന്, അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. ദെൻ മൂവബിൾ അസറ്റ് ഫോർ പേഴ്സണൽ യൂസ്, പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂവബിൾ അസറ്റ് ക്യാപിറ്റൽ അസറ്റ് തന്നെ ആയിരിക്കും നമുക്ക് നോക്കുമ്പോൾ, പക്ഷെ അത് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവ നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് എടുക്കില്ല. ഇതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൂവബിൾ അസറ്റ്സ് ഇൻക്ലൂഡിങ് വിയറിംഗ് ക്ലോത്ത്സ് ആൻഡ് ഫർണിച്ചർ, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് തൊട്ട് ഫർണിച്ചർ വരെയൊക്കെയുള്ള എന്തും മൂവബിൾ അസറ്റിനകത്ത് വരാം. ഹെൽഡ് ഫോർ പേഴ്സണൽ യൂസ് ബൈ ദി അസസി ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി ഡിപ്പെൻഡ് ഓൺ ഹിം,
ഇത് അസസി ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ അയാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഫാമിലിയിലെ മറ്റ് മെമ്പേഴ്സ് ഉപയോഗിക്കുന്നതാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഫർണിച്ചർ, ഇയറിംഗ് ക്ലോസ് ഒക്കെ അടക്കമുള്ള മൂവബിൾ അസറ്റ് ക്യാപിറ്റൽ അസറ്റായിട്ട് എടുക്കില്ല. അതുകൊണ്ട് തന്നെ കാർ ഓർ എനി അതർ വെഹിക്കിൾ അല്ലേ, ഇപ്പോൾ കാറ് ഒക്കെ ഉണ്ടാവും നമ്മളെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന, അതൊക്കെ ഫിക്സഡ് നേച്ചറാണ്, മൂവബിൾ ആണ്, ഒക്കെയാണ്, ക്യാപിറ്റൽ അസറ്റാണ് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ നമ്മളത് പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ കണക്കിലെടുക്കില്ല, അതായത് ക്യാപിറ്റൽ അസറ്റ് അല്ല. റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, ലാപ്ടോപ്പ് ഓർ അതർ ഇലക്ട്രോണിക് അപ്ലയൻസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ഇതൊന്നും ക്യാപിറ്റൽ അസറ്റ് അല്ല. എക്സെപ്ഷൻസ്: എന്നാൽ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മളതിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് എടുക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, നമ്മുടെ പുരാവസ്തു ശേഖരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്. ദെൻ ഡ്രോയിങ്സ്, ചിത്രരചന, പെയിൻറ്റിങ്സ്, രണ്ടും തമ്മിൽ നേരിയ വ്യത്യാസമുള്ളൂ, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്. ദെൻ സ്കൾപ്ചേഴ്സ്, നമ്മുടെ ശില്പം, അങ്ങനെയുള്ള കൊത്തുപണി, അങ്ങനെയുള്ള സംഭവങ്ങൾ. ദെൻ എനി വർക്ക് ഓഫ് ആർട്ട്, മറ്റ് കലാരൂപങ്ങൾ, എന്തെങ്കിലും വർക്ക് ഓഫ് ആർട്ടുകൾ. ജ്വല്ലറി ഫോർ പേഴ്സണൽ യൂസ്, പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ജ്വല്ലറി. അപ്പോൾ നമ്മൾ ജ്വല്ലറി എന്ന് പറയുമ്പം അതിനകത്ത് വരുന്നത് നമ്മൾ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അതുപോലത്തെ പ്രീഷ്യസ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓർണമെൻറ്റ്സ് ആണ്. ഇത് നമ്മുടെ വിയറിങ് അപ്പയറല്ലേ, ഡ്രസ് മെറ്റീരിയൽസിലോ മറ്റൊക്കെ തന്നെ തുന്നി പിടിപ്പിച്ചിട്ടുള്ള രൂപത്തിലുള്ളതോ അല്ലാത്തതോ ഒക്കെ ആവാം, എല്ലാ ഓർണമെൻറ്റ്സും ജ്വല്ലറിക്കകത്ത് വരും. അതുപോലെ പ്രീഷ്യസ് ഓർ സെമി പ്രീഷ്യസ് സ്റ്റോൺസ്, വെദർ ഓർ നോട്ട് സെറ്റ് ഇൻ എനി ഫർണിച്ചർ, യൂട്ടൻസിൽ ഓർ അതർ ആർട്ടിക്കിൾ ഓർ വർക്ക്ഡ് ഓർ സെവൻ ഇൻ ടു എനി വിയറിങ് അപ്പാരൽ. അതും ഇതുപോലെ തന്നെ ഫർണിച്ചറോ മറ്റുള്ള വസ്തുക്കളിലോ ഒക്കെ വെച്ച് പിടിപ്പിച്ചതോ, അല്ലെങ്കിൽ വിയറിങ് അപ്പാരൽ, ഡ്രസ്സ് മെറ്റീരിയൽസിലോ മറ്റൊക്കെ തുന്നി പിടിപ്പിച്ചിട്ടുള്ള രൂപത്തിലുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള പ്രീഷ്യസ്, സെമി പ്രീഷ്യസ് സ്റ്റോൺസും ജ്വല്ലറിക്കകത്ത് വരും. അപ്പം നമ്മളിപ്പം പറഞ്ഞ ആർക്കിയോളജിക്കൽ തൊട്ട് ജ്വല്ലറി വരെയൊക്കെയുള്ള ഐറ്റംസ് നമ്മൾ പേഴ്സണൽ യൂസിനുള്ള മൂവബിൾ അസറ്റിൻ്റെ അണ്ടറിലായിട്ട് നമ്മൾ അവിടെ പറഞ്ഞു. അപ്പം ഇത്രയും ഐറ്റംസ്, ആർക്കിയോളജിക്കൽ തൊട്ട് ജ്വല്ലറി വരെയൊക്കെയുള്ള ഐറ്റംസ് പേഴ്സണൽ യൂസ് പർപ്പസിനൊക്കെ ഉള്ളതാണെങ്കിൽ കൂടിയും അത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് കരുതുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാത്ത ഐറ്റംസ് അല്ല, അതിൻ്റെ എക്സെപ്ഷൻസിൽ വരുന്ന മൂന്നാമത്തതാണ് അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുന്നത്. റൂറൽ അഗ്രികൾച്ചർ ലാൻഡുകൾ ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അപ്പം അർബൻ ഏരിയയിൽ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഏരിയയിൽ വരുന്ന അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ അത് പിന്നെ ക്യാപിറ്റൽ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അഗ്രികൾച്ചർ ലാൻഡ് ഇൻ ഇന്ത്യ പ്രൊവൈഡഡ് ഈസ് നോട്ട് സിറ്റുവേറ്റഡ്. അപ്പോൾ താഴെ പറയുന്ന ഒരു ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്യാത്ത അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിലാണ് ക്യാപിറ്റൽ അസറ്റ് അല്ലാതെ ഇരിക്കുക. ഇനി പറയുന്ന ഏരിയയിൽ വരുന്ന ഐറ്റംസ് ആണെങ്കിൽ, ലാൻഡ് ആണെങ്കിൽ അത് അഗ്രികൾച്ചർ ലാൻഡ് ആണ്. നോക്കാം. വിത്തിൻ ദ ലിമിറ്റ് ഓഫ് എനി മുനിസിപ്പാലിറ്റി ഓർ കണ്ടോൺമെൻറ്റ് ബോർഡ് ഹാവിങ് എ പോപ്പുലേഷൻ ഓഫ് 10,000 ഓർ മോർ, 10,000 അതിൽ കൂടുതലോ പോപ്പുലേഷനുള്ള മുനിസിപ്പാലിറ്റിയിലോ കണ്ടോൺമെൻറ്റ് ബോർഡിനകത്ത് ആ പരിധിക്കുള്ളിൽ വരുന്ന അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആണ്. ദെൻ ഈ പറയുന്ന ഒരു ലാൻഡിൻ്റെയും അപ്പുറത്തായിട്ട്, ആ ലിമിറ്റിന് അപ്പുറത്തായിട്ട് ഒരു സ്പെസിഫൈഡ് ഏരിയ ക്കകത്ത് വരുന്ന അഗ്രികൾച്ചർ ലാൻഡുകളും പിന്നെ ക്യാപിറ്റൽ അസറ്റായിട്ട് വരും. അപ്പോൾ ആ സ്പെസിഫൈഡ് ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കാം. നോട്ട് ബീയിങ് മോർ ദാൻ 2 kilometers ഫ്രം ദ ലോക്കൽ ലിമിറ്റ് ആൻഡ് വിച്ച് ഹാസ് എ പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 10,000 ബട്ട് നോട്ട് എക്സീഡിങ് 1 lakh. പോപ്പുലേഷൻ 10,000-ൽ കൂടുതലാണ്, എന്നാൽ 1,00,000-ൽ കുറവാണ്. അതായത് 10,000-ൻ്റെയും 1,00,000-ൻ്റെയും ഇടയിലാണ് പോപ്പുലേഷൻ എങ്കിൽ നമ്മുടെ ലോക്കൽ ലിമിറ്റ് എത്ര വരിക? 2 കിലോമീറ്റർ വരിക. ഈ പറയുന്ന മുനിസിപ്പാലിറ്റി കണ്ടോൺമെൻറ്റ് ബോർഡിൻ്റെ പരിധിയിൽ നിന്നും 2 കിലോമീറ്റർ വരേക്കുള്ള സ്പേസ് വരേക്കുള്ള അത്രയും ഏരിയക്കുള്ളിൽ വരുന്ന അഗ്രികൾച്ചറൽ ലാൻഡാണ്. പോപ്പുലേഷൻ ഈ ലെവലിലാണെങ്കിൽ, അങ്ങനത്തെ ഒരു ലിമിറ്റിനുള്ളിൽ വരുന്ന ലാൻഡാണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റാണ്. ലിമിറ്റിന് പുറത്താണെങ്കിൽ അത് പിന്നെ ക്യാപിറ്റൽ അസറ്റ് അല്ല. Then not being more than 6 kilometers from the local limit and which has a population of more than 1 lakh but not exceeding 10 lakh. 1,00,000-ൻ്റെയും 10,00,000-ൻ്റെയും ഇടയിലാണ് പോപ്പുലേഷൻ എങ്കിൽ നമ്മൾ ഈ പറയുന്ന ലോക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത് 6 കിലോമീറ്ററാണ്. ആ സ്പെസിഫൈഡ് ഏരിയ എന്ന് പറയുന്നത് 6 കിലോമീറ്ററാണ്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. അതിന് പുറത്താണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് അല്ല. Not being more than 8 kilometers from the local limit and which has population of more than 10 lakh. 10 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഈ സ്പെസിഫൈഡ് ഏരിയ എന്ന് പറയുന്നത് 8 കിലോമീറ്റർ ആണ്. നമ്മൾ ഈ പറയുന്ന മുനിസിപ്പാലിറ്റി കണ്ടോൺമെൻറ്റ് ബോർഡിൽ നിന്നും 8 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ഒരു ഏരിയയിലാണെങ്കിൽ
അത് ക്യാപിറ്റൽ അസറ്റാണ്. അതിൻ്റെയും അപ്പുറത്താണെങ്കിൽ പിന്നെ അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള അഗ്രികൾച്ചറൽ ലാൻഡുകൾ നമ്മൾ ഏതായിട്ട് ട്രീറ്റ് ചെയ്യും? ആ സ്പെസിഫൈഡ് ലിമിറ്റിന് അപ്പുറത്തുള്ള അഗ്രികൾച്ചർ ലാൻഡുകൾ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് അല്ലാതെയാണ് നമ്മൾ കരുതുന്നത്. ഗോൾഡ് ബോൺസ് 6.5% ഗോൾഡ് ബോൺസ് 1977, 7% ഗോൾഡ് ബോണ്ട് 1980 or നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട് 1980 ഇഷ്യൂഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഗോൾഡ് ബോണ്ടുകളെല്ലാം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തവയാണ്, ക്യാപിറ്റൽ അസറ്റുകളല്ല. ദെൻ സ്പെഷ്യൽ ബിയറർ ബോണ്ട് 1991 ക്യാപിറ്റൽ അസറ്റ് അല്ല. ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ടുകൾ, gold deposit bond issued under the gold deposit scheme 1999 or deposit certificate issued under the gold monetization scheme 2015 notified by the central government. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ സ്കീം പ്രകാരമൊക്കെ ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ടുകളും ക്യാപിറ്റൽ അസറ്റുകളല്ല. ദെൻ സെൽഫ് ജനറേറ്റഡ് അസറ്റ്സ്. ചില സെൽഫ് ജനറേറ്റഡ് അസറ്റുകളെ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ ഓഫ് എ ബിസിനസ്, self-generated tenancy right, stage carriage permits and loom hours. Then right to manufacture, produce or process any article or thing, right to carry on any business or profession. ഈ പറഞ്ഞ സെൽഫ് ജനറേറ്റഡ് ഐറ്റംസ് എല്ലാം ക്യാപിറ്റൽ അസറ്റുകളാണ്. ദെൻ കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ക്യാപിറ്റൽ അസറ്റ്സ് രണ്ട് രീതിയിലാണുള്ളത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ 42A, then long term capital asset section 2 subsection 29. ആദ്യം ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് നോക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് മീൻസ് എ ക്യാപിറ്റൽ അസറ്റ് held by an assessee for not more than 36 months immediately preceding the date of its transfer. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 36 മാസത്തിൽ കുറയാത്ത പീരീഡിലേക്ക് ഒരു അസസി ഒരു ക്യാപിറ്റൽ അസറ്റ് ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ അസറ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. 36 മാസത്തിൽ കുറവായിരിക്കണം, അത്രയും പീരീഡ് അസറ്റ് ഹെൽഡ് ചെയ്തിട്ടുണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ഈസ് കോൾഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇത്തരം ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റുകളിൽ നിന്ന് അസറ്റുകളുടെ ട്രാൻസ്ഫർ മൂലം ഉണ്ടാകുന്ന ഗെയിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. ഈ 36 മാസം അല്ലാത്ത ഏതാനും പീരീഡും കൂടെ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. However, in the case of following assets, the period of holding to be considered 12 months instead of 36 months. 36 മാസത്തിൽ കുറഞ്ഞ പീരീഡിലേക്കാണെങ്കിൽ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ചില ഐറ്റംസ് 12 മാസത്തിൽ കുറവാണെങ്കിൽ മാത്രമേ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കരുതുള്ളൂ. 12 മാസത്തിൽ കുറഞ്ഞ പീരീഡിലേക്ക് ഒരു അസസി ഹെൽഡ് ചെയ്തിട്ടുണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്യൂരിറ്റി ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. ഓക്കെ. Then unit of UTI, Unit Trust of India, unit of equity oriented fund, zero coupon bond. ഈ പറയുന്ന ഐറ്റംസ് എല്ലാം 12 മാസത്തിൽ കുറഞ്ഞ പീരീഡിലേക്ക് ഹെൽഡ് ചെയ്തെങ്കിൽ മാത്രമേ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ദെൻ യൂണിറ്റ്സ് ഓഫ് ഷെയർസ് ഓഫ് എ കമ്പനി, അൺലിസ്റ്റഡ് ഷെയർസ് ഓഫ് എ കമ്പനി ഓർ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ലിസ്റ്റഡ് ഷെയർസിൻ്റെ കേസാണ്. അൺലിസ്റ്റഡ് ഷെയർസും അതുപോലെ ലാൻഡോ ബിൽഡിങ്ങോ രണ്ടും കൂടിയോ അത് 36 മാസത്തിൽ താഴെയല്ല 24 മാസത്തിൽ താഴെ ഹെൽഡ് ചെയ്യുകയാണെങ്കിലാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുക. ദെൻ കൂടാതെ അസറ്റ് യൂസ്ഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓൺ വിച്ച് ഡിപ്രീസിയേഷൻ ഈസ് അലൗഡ് ഓൺ WDV മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലെയോ പ്രൊഫഷനിലെയോ വേറെ ഏതെങ്കിലും ഒരു അസറ്റ് അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് മാത്രമായിട്ടാണ് എല്ലായ്പ്പോഴും കരുതുക. ഓക്കെ. അപ്പം ഇത്രയും 36 മാസത്തിൽ താഴെ, 24 മാസത്തിൽ താഴെ, 12 മാസത്തിൽ താഴെ, ഇങ്ങനെ 3 ലെവലുകളിലായിട്ടാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ് held by the assessee for more than 36 months immediately preceding the date of transfer. നമ്മൾ ഇതുപോലെ തൊട്ട് മുമ്പ് പറഞ്ഞ അതേപോലെ തന്നെ ട്രാൻസ്ഫറിന് മുമ്പായിട്ട് 36 മാസത്തിൽ കൂടുതൽ പീരിയഡ് ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ ഇതല്ലാത്ത സിറ്റുവേഷനും ഉണ്ട്. ഹൗവർ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൺ അസറ്റ് ആസ് മെൻഷൻഡ് അബോ, നമ്മൾ രണ്ടാമത്തെ ഐറ്റമായിട്ട് പറഞ്ഞ കുറേ ഐറ്റം ഉണ്ടല്ലോ, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ യൂണിറ്റുകൾ, അങ്ങനെ സീറോ കൂപ്പൺ ബോണ്ട് വരെയൊക്കെ പറഞ്ഞ ആ ഐറ്റംസിനെ സംബന്ധിച്ചിടത്തോളം 12 മാസത്തിൽ കൂടുതൽ ഹെൽഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഏതാവുക
ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആവും. 12 മാസം കൂടിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് ലോങ് ടേം ആയി കഴിഞ്ഞു. അവിടെ 36 മാസമല്ല കണക്കിലെടുക്കുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഈസ് കോൾഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പം ഇങ്ങനെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ നിന്നുണ്ടാവുന്ന ഗെയിനിനെയാണ് നമ്മൾ LTCG ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. കൂടാതെ പറയാനുള്ളത് അൺലിസ്റ്റഡ് ഷെയർസ് ഓഫ് എ കമ്പനി ഓർ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺലിസ്റ്റഡ് ഷെയറിനെ സംബന്ധിച്ചും ഈ ബിൽഡിംഗ് ലാൻഡ് ഇവയെ സംബന്ധിച്ചും 24 മാസത്തിൽ കൂടുതൽ ഹെൽഡ് ചെയ്യുകയാണെങ്കിലാണ് അത് ഏതായിട്ട് മാറുക, ലോങ് ടേം ക്യാപിറ്റലായിട്ട് മാറുക. അപ്പോൾ ഇവിടെ 3 തരമാണ് പറഞ്ഞത്. 12 മാസത്തിൽ കൂടുതലുള്ളത്, 24 മാസത്തിൽ കൂടുതൽ, 36 മാസത്തിൽ കൂടുതൽ, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്ന അസറ്റുകൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റുകളാണ്. ഇൻ കേസ് ഓഫ് ആൻ അസറ്റ് ഈസ് അക്വയർഡ് ബൈ ഗിഫ്റ്റ്, വില്ല്, സക്സഷൻ ഓർ ഇൻഹെറിറ്റൻസ്. നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതല്ല, ഗിഫ്റ്റ് വഴിയോ വില്ല് വഴിയോ പിന്നെ പാരമ്പര്യം, സക്സഷൻ, ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ കിട്ടിയ ഒരു അസറ്റ് ആണെങ്കിൽ ആ അസറ്റുകളുടെ ഈ ഒരു പീരിയഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രീവിയസ് ഓണർ ആരാണോ അയാൾ ഹെൽഡ് ചെയ്തിരിക്കുന്ന പീരിയഡും കൂടെ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും. അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. Then bonus shares or right shares, the period of holding is counted from the date of allotment of bonus share or right shares respectively. ബോണസ് ഷെയറിനെ റൈറ്റ് ഷെയറിനെ സംബന്ധിച്ചിടത്തോളം അവയുടെ പീരിയഡ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എവിടെ നിന്നോട്ടാണ്? ഫ്രം ദ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ്. അവ അലോട്ട് ചെയ്ത ഡേറ്റ് തൊട്ടിട്ടാണ് നമ്മൾ അവയുടെ ഈ ഒരു പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എറേസസ് ഔട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറിൽ നിന്നുണ്ടാവുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുകൾ. അതേസമയം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എറേസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറിൽ നിന്നുമാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് 20% ഇൻ ദ കേസ് ഓഫ് ഓൾ അസസി. എല്ലാ അസസീസിനെ സംബന്ധിച്ചിടത്തോളം അസസി അവരുടെ ഇൻകത്തിൻ്റെ ബേസിസിൽ പല കാറ്റഗറിയിലായിട്ട് വരും. അപ്പം എല്ലാ അസസീനെ സംബന്ധിച്ചിടത്തോളം 20% വെച്ചിട്ടാണ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുന്നത്. പക്ഷേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആർ ടാക്സ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് ടാക്സ് വിച്ച് ആർ അപ്ലിക്കബിൾ ടു ഓൾ അതർ ഇൻകംസ്. മറ്റ് ഇൻകംസിനൊക്കെ എങ്ങനെയൊക്കെയാണോ അപ്ലിക്കബിൾ ആകുന്നത് അതേ റേറ്റ് വെച്ചിട്ട് തന്നെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് വരുന്നത്. വൈൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആർ ഇൻഡെക്സ്ഡ് ഓൺ ദി ബേസ് ഓഫ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതായത് അസറ്റ് വാങ്ങിക്കുന്ന റേറ്റ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ചിലവാക്കിയ കോസ്റ്റ്, ഇതൊക്കെ നമ്മൾ ഇൻഡെക്സ് ചെയ്യും. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വെച്ചിട്ട് ഇൻഡെക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് അവിടെ കാണിക്കുക. അപ്പോൾ നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. അപ്പം ആ ഒരു രീതി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ചെയ്യാറുണ്ട്. അതേസമയം നോ ഇൻഡെക്സിങ് ഈസ് ഡൺ വൈൽ കമ്പ്യൂട്ടിങ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേമിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡെക്സിങ് ഇല്ല. If the long-term capital asset is acquired before 1st April 1981, 1981 ഏപ്രിൽ 1 മുമ്പ് വാങ്ങിച്ച ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ, ആ ഏപ്രിൽ 1 1981 അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാം? അതിൻ്റെ വാല്യൂ ഓഫ് അക്വസിഷനായിട്ട് നമുക്ക് എടുക്കാം. അത് വാങ്ങിച്ച വിലയായിട്ട് ആ 81 ഏപ്രിൽ 1 റേറ്റ് നമുക്ക് എടുക്കാം. എങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു ദ അസസി, അസസിക്ക് അത് ബെനിഫിഷ്യൽ ആണെങ്കിൽ, അല്ലാച്ചാൽ മറ്റേത് എടുക്കാം. നോ സച്ച് ഓപ്ഷൻ ഈസ് അവൈലബിൾ വൈൽ കമ്പ്യൂട്ടിംഗ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഓപ്ഷൻ അവൈലബിൾ അല്ല. വൈൽ കമ്പ്യൂട്ടിംഗ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ദ എക്സംഷൻസ് പ്രൊവൈഡഡ് അണ്ടർ സെക്ഷൻ 54, 54B, 54D, 54EC, 54ED, 54F ആൻഡ് 54G ക്യാൻ ബി ഡിഡക്റ്റഡ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സെക്ഷൻ പ്രകാരമുള്ള എക്സംഷൻസ് ഒക്കെ നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. While computing short-term capital gains, the exemptions provided under section 54B, 54D and 54G ഇതനുസരിച്ചുള്ള ഡിഡക്ഷൻസ് മാത്രമേ നമുക്ക് അലോബിൾ ഉള്ളൂ. ദെൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ഏതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ടും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, രണ്ട് ഗെയിനുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ഏതുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം.
sale, exchange or relinquishment of a capital asset, extinguishment of any rights in a capital asset, compulsory acquisition of the capital asset under any law. ഏതെങ്കിലും ഒരു നിയമപ്രകാരം ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ കമ്പൽസറി അക്വസിഷൻ നടക്കുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ആണ്. അതിൽ നിന്നുണ്ടാകുന്ന റെസിപ്റ്റ് ഉണ്ടാകുന്ന വർഷമാണ് നമ്മളതിനെ ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരിക. ദെൻ കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഒരു ക്യാപിറ്റൽ അസറ്റ്, ഒരു ബിസിനസ്മാൻ അയാളുടെ കൈവശമുള്ള എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ് അയാളുടെ ബിസിനസ്സിലേക്കുള്ള ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റുകയാണെങ്കിൽ, സെയിൽ ചെയ്യാനുള്ള ഒരു ഐറ്റം ആക്കിയിട്ട് ഒരു കൊമേഴ്ഷ്യൽ ഗുഡ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദെൻ ദ മെച്യൂരിറ്റി ഓർ റിഡംഷൻ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്. Then part performance of contract. The act of giving possession of an immovable property in part performance of a contract. ഒരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷൻ നമ്മൾ കൈമാറുന്ന ഒരു പ്രവൃത്തി നടക്കുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ദെൻ കൺവേർഷൻ ഓഫ് എ ബിസിനസ് ഇൻ ടു എ ലിമിറ്റഡ് കമ്പനി. ഒരു ബിസിനസ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ് ഇൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ത്രൂ സൊസൈറ്റീസ്, കമ്പനീസ് എക്സെട്ര. ഈ പറയുന്ന സൊസൈറ്റികളിലോ കമ്പനികളിലൊക്കെ അതിൽ മെമ്പർ ആകുന്നതിൻ്റെയോ അല്ലെങ്കിൽ അതിൽ ഷെയർസ് അക്വയർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസുള്ള റൈറ്റ്സ് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമ്പം അത് ട്രാൻസ്ഫർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുക. ദെൻ എക്സംപ്റ്റ് ട്രാൻസ്ഫേഴ്സ്. ട്രാൻസ്ഫർ ആണെങ്കിൽ കൂടിയും ഒരു ക്യാപിറ്റൽ ഗെയിൻ പർപ്പസിൻ്റെ കേസിൽ നമ്മളതിൻ്റെ ട്രാൻസ്ഫറായിട്ട് കണക്കിലെടുക്കാത്ത ഏതാനും ഐറ്റംസ് ആണ്, ഏതാനും എക്സെപ്ഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ദെൻ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ് ഇൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ത്രൂ സൊസൈറ്റീസ്, കമ്പനീസ് എക്സെട്ര. ഈ പറയുന്ന സൊസൈറ്റീസിലോ കമ്പനീസിലൊക്കെ മെമ്പർ ആയതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഷെയർസ് അക്വയർ ചെയ്തതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസുള്ള റൈറ്റ് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അങ്ങനെയുള്ള ട്രാൻസ്ഫറുകൾ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ എക്സംപ്റ്റ് ട്രാൻസ്ഫേഴ്സ്. നമ്മൾ ട്രാൻസ്ഫറായിട്ട് കണക്കിലെടുക്കാത്ത ഏതാനും ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ട്രാൻസ്ഫർ ആണെങ്കിൽ കൂടിയും ക്യാപിറ്റൽ ഗെയിൻ്റെ പർപ്പസിന് നമുക്ക് ട്രാൻസ്ഫറായിട്ട് കണക്കിലെടുക്കാൻ സാധിക്കാത്ത, ട്രീറ്റ് ചെയ്യാത്ത ഐറ്റംസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ഇൻ കൈൻഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഓൺ ലിക്വിഡേഷൻ. ലിക്വിഡേഷൻ്റെ സമയത്ത് കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കൈൻഡായിട്ട് കൊടുക്കുന്ന അസറ്റുകൾ, അതൊന്നും നമുക്ക് ട്രാൻസ്ഫറായിട്ട്, ആ ഒരു പ്രോസസ്സ് നമുക്ക് ട്രാൻസ്ഫറായിട്ട് എടുക്കാൻ പറ്റില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ കൈൻഡ് ബൈ HUF ടു ഇറ്റ്സ് മെമ്പേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ടോട്ടൽ ഓർ പാർഷ്യൽ പാർട്ടീഷൻ. HUFന് അവരുടെ ഭാഗികമായിട്ട് പൂർണ്ണമായിട്ട് അവർ പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ മെമ്പേഴ്സിന് എന്തെങ്കിലും അസറ്റുകൾ കൈൻഡായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ അല്ല. ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് അണ്ടർ ഗിഫ്റ്റ്, വില്ല്, ഇറിക്കവറബിൾ ട്രസ്റ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിൽ കിട്ടുന്ന ക്യാപിറ്റൽ അസറ്റുകൾ കൈമാറുന്നത് ട്രാൻസ്ഫർ അല്ല. ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് ഹോളി ഓൺഡ് ഇന്ത്യൻ സബ്സിഡിയറി കമ്പനി. ഒരു കമ്പനി അതിൻ്റെ ഹോളി ഓൺഡ് ഇന്ത്യൻ സബ്സിഡിയറി കമ്പനിക്ക് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ ഹോളി ഓൺഡ് സബ്സിഡിയറി കമ്പനി ടു ഇറ്റ്സ് ഇന്ത്യൻ ഹോൾഡിംഗ് കമ്പനി. തിരിച്ചും ഒരു ഹോളി ഓൺഡ് സബ്സിഡിയറി കമ്പനി അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിയായ ഒരു ഇന്ത്യൻ കമ്പനിക്ക് കൊടുക്കുമ്പോഴും അത് രണ്ടും ട്രാൻസ്ഫർ അല്ല. ഇവിടെ ആദ്യത്തേത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറിക്ക് കൊടുക്കുന്നതാണ് പറഞ്ഞത്, രണ്ടാമത്തെ സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്ക് ക്യാപിറ്റൽ അസറ്റ് കൈമാറുന്നതാണ് പറഞ്ഞത്. രണ്ട് കേസിലാണെങ്കിലും ട്രാൻസ്ഫർ അല്ല. ദെൻ എനി ട്രാൻസ്ഫർ ഇൻ ദ സ്കീം ഓഫ് അമാൽഗമേഷൻ of a capital asset by an amalgamating company to the amalgamated company if the transferee company is an Indian company. Amalgamation scheme പ്രകാരം ഒരു അമാൽഗമേറ്റിംഗ് കമ്പനി അതിൻ്റെ അമാൽഗമേറ്റഡ് കമ്പനിക്ക് ഒരു ക്യാപിറ്റൽ അസറ്റ് കൈമാറുകയാണെങ്കിൽ ആ ട്രാൻസ്ഫറി കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആവണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ നമ്മൾ ട്രാൻസ്ഫറായിട്ട് എടുക്കുന്നില്ല. Then any transfer of shares in an Indian company held by a foreign company to another foreign company in pursuance of scheme of amalgamation between two foreign companies. രണ്ട് ഫോറിൻ കമ്പനികളുടെ അമാൽഗമേഷൻ നടക്കുന്നതിനിടയ്ക്ക് ഒരു ഫോറിൻ കമ്പനി മറ്റൊരു ഫോറിൻ കമ്പനിക്ക് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ, അവർ ഹെൽഡ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. അതിന് വേറെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 25% ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ അമാൽഗമേറ്റിംഗ് കമ്പനി, അമാൽഗമേറ്റിംഗ് ഫോറിൻ കമ്പനിയുടെ 25% ഷെയർ ഹോൾഡേഴ്സ് കണ്ടിന്യൂ ടു റിമെയിൻ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി അമാൽഗമേറ്റഡ് കമ്പനി.
അമാൽഗമേറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് സച്ച് അമാൽഗമേഷൻ ഡസൻറ്റ് അട്രാക്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇൻ ദ കൺട്രി ഇൻ വിച്ച് ദ അമാൽഗമേറ്റഡ് കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. നമ്മൾ ഈ അമാൽഗമേറ്റഡ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്ത് ക്യാപിറ്റൽ ഗെയിൻ അത് ഉണ്ടാക്കാൻ പാടില്ല. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അത് അട്രാക്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ കമ്പനി എന്നാണ്, അത് മാറിപ്പോയതാണ്, മാറ്റി എഴുതി വെക്കുക. Then any transfer made by a non-resident of such foreign currency convertible bonds or shares as may be specified by the central government to another non-resident where the transfer is made outside India. ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ട്രാൻസ്ഫർ ആണ്. അവിടെ ഒരു നോൺ റെസിഡൻറ്റ് മറ്റൊരു നോൺ റെസിഡൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഏതാനും ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സോ ഷെയർസോ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ അല്ല. ദെൻ any transfer by way of conversion of bonds or debentures or deposit in any form of a company into ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഓഫ് ദാറ്റ് കമ്പനി. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബോണ്ടോ ഡിബെഞ്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഡെപ്പോസിറ്റോ അതേ കമ്പനിയുടെ തന്നെ ഷെയറോ മറ്റേതെങ്കിലും ഡിബെഞ്ചറോ ആക്കി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ അല്ല. എനി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് വിച്ച് ഈസ് എ വർക്ക് ഓഫ് ആർട്ട് ഓർ ഓഫ് ആർക്കിയോളജിക്കൽ, scientific or artistic importance to the government or to a university or to the National Art Gallery or any other such public museum or art gallery as may be notified by the central government. അപ്പോൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി, നാഷണൽ ആർട്ട് ഗാലറി, ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലേക്കോ ഗവൺമെൻറ്റിലേക്ക് അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ ഇതുപോലത്തെ വർക്ക് ഓഫ് ആർട്ട്, ആർക്കിയോളജിക്കൽ, സയൻറ്റിഫിക്കൽ, ആർട്ടിസ്റ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഐറ്റംസ് ഒക്കെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, കൊടുക്കുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഓഫ് ആർട്ട്, നമ്മൾ ഈ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത ലിസ്റ്റിൽ വരുന്ന ഓരോന്നാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മളത് കൈമാറ്റം ചെയ്യുന്നത് ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. എനി ട്രാൻസ്ഫർ മെയ്ഡ് ഓൺ ഓർ ബിഫോർ 31st December 1998 by a person who is a member of a recognized stock exchange to a company of his membership right in the stock exchange to a company incorporated for this purpose. ഇപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെമ്പർഷിപ്പ് റൈറ്റ് ഉള്ള ഒരു മെമ്പർ, ആ മെമ്പർ അയാളുടെ ആ മെമ്പർഷിപ്പ് റൈറ്റ് 1998 ഡിസംബർ 31 അതിന് മുമ്പോ മറ്റേതെങ്കിലും ഇതിൽ ഈ ഒരു പർപ്പസിന് വേണ്ടി ഇൻകോപ്പറേറ്റ് ചെയ്തൊരു കമ്പനിക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല എന്നാണ് പറയുന്നത്. ദെൻ any transfer of land by a sick industrial company under the scheme prepared by BIFR. Such a sick industrial company is being managed by its workers cooperative provided such transfer is made during the period of sickness. ഏതെങ്കിലും ഒരു സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനി അത് സിക്നസിൻ്റെ സമയത്ത് അതിൻ്റെ ലാൻഡ് BIFR സ്കീം പ്രകാരം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. Where there is a demerger സംഭവിക്കുമ്പോൾ any transfer of a capital asset by a demerged company to the resulting company will not lead to any taxable capital gain provided the resulting company is an Indian company. നമ്മൾ അമാൽഗമേഷൻ്റെ കേസ് പറഞ്ഞു, അതേപോലെ തന്നെ അമാൽഗമേറ്റിംഗ് കമ്പനിയുണ്ട്, അമാൽഗമേറ്റഡ് കമ്പനിയുണ്ട്. ഇവിടെ ഡീമർജറിൻ്റെ സ്ഥാനത്ത് ആരൊക്കെയാണ്? ഡീമർജ്ഡ് കമ്പനിയും റിസൾട്ടിംഗ് കമ്പനിയും ഉണ്ടെന്ന് മാത്രം. സെയിം സംഭവം തന്നെയാണ് പറഞ്ഞത്. ഒരു ഇന്ത്യൻ കമ്പനിയുടെ കേസിലാണെങ്കിൽ റിസൾട്ടിംഗ് കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഡീമർജറിൻ്റെ സമയത്ത് ഡീമർജ്ഡ് കമ്പനി റിസൾട്ടിംഗ് കമ്പനിക്ക് എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ദെൻ any transfer in a demerger of shares held in an Indian company by the demerged foreign company to the resulting foreign company. അമാൽഗമേഷൻ തന്നെ നമ്മൾ രണ്ട് ഫോറിൻ കമ്പനികളുടെ അമാൽഗമേഷൻ പറഞ്ഞു, അതേ സംഭവം തന്നെ ഡീമർജർ ആണ്. ഇവിടെ വേറെ അഡീഷണൽ കുറച്ച് കണ്ടീഷൻസിന് ഇതിന് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിയേണ്ടതുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫോറിൻ കമ്പനികൾ എനി ട്രാൻസ്ഫർ ഇൻ എ ഡീമർജർ ഓഫ് ഷെയർസ് ഹെൽഡ് ഇൻ ആൻ ഇന്ത്യൻ കമ്പനി ബൈ ദ ഡീമർജ്ഡ് ഫോറിൻ കമ്പനി ടു ദ റിസൾട്ടിംഗ് ഫോറിൻ കമ്പനി. ഡീമർജറിൻ്റെ സമയത്ത് ഡീമർജ്ഡ് കമ്പനി റിസൾട്ടിംഗ് കമ്പനിക്ക് ഏതെങ്കിലും ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തില്ല, ട്രാൻസ്ഫർ ആയിട്ട് നമ്മളതിനെ കരുതില്ല. Then any transfer or issue of shares by resulting company in a scheme of demerger
to the shareholders of the demerged company will not lead to taxable capital gain if the transfer or issue is made in consideration of demerger of the undertaking. അപ്പം നമ്മൾ ഈ ഡീമർജർ നടക്കുന്ന സമയത്ത് അതിനുള്ളൊരു കൺസിഡറേഷൻ ആയിക്കൊണ്ട് റിസൾട്ടിങ് കമ്പനി ഡീമർജഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും ഷെയർസോ മറ്റോ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ കൂട്ടില്ല. Then when a private company or unlisted public company is converted into a limited liability partnership LLP ആയിട്ട് മാറണമെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയോ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേമിലേക്ക് മാറുമ്പോൾ ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓർ ഇൻടാഞ്ചിബിൾ അസറ്റ് ടു LLP or shareholders transfer shares held in such company, it will not be regarded as transfer if the prescribed conditions are fulfilled. ഒരു പ്രൈവറ്റ് കമ്പനിയോ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിലേക്ക് മാറുന്ന സമയത്ത് ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ ഈ പറയുന്ന LLPക്ക് ക്യാപിറ്റൽ അസറ്റ് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല എന്നാണ് പറഞ്ഞത്. Then transfer of capital asset being a government security made outside India through an intermediary by a non-resident to another non-resident is not treated as transfer. ഇന്ത്യക്ക് പുറത്ത് ഒരു നോൺ റെസിഡൻറ്റ് മറ്റൊരു നോൺ റെസിഡൻറ്റിന് ഒരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. Then any transfer by way of conversion of preference shares into its equity shares. അസസ്മെൻറ്റ് ഇയർ 2018-19 മുതൽക്കാണ്. പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം അത് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. പിന്നെ ഇതിനകത്ത് ഇനിയും കുറേ ഐറ്റംസ് ഉണ്ട്. ഏതാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. UG സ്റ്റുഡൻസ് എന്ന നിലയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി തുടങ്ങാം. Till then, bye.